ലാ നമ്മുടെ കൂടെ കോഴിക്കോട് ജില്ലയിലെ ദഫ്മുട്ടിന്റെ ടീമാണുള്ളത്. ഇവരിപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കപ്പോൾ ഇവരോട് വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് മുമ്പ് ഞങ്ങൾ ജില്ല വരെ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒരു കളി തെറ്റുകൊണ്ട് സെക്കൻഡ് ഫസ്റ്റ് ആയിട്ടാണ് സ്റ്റേറ്റിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു ടെൻഷനുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നല്ല പെർഫോമൻസ് വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ജില്ലയിൽ നിന്ന് വന്നത്. പിന്നെ ഒരു പ്രതീക്ഷ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കളി കഴിഞ്ഞിട്ട് എല്ലാവരും അത് കിട്ടിയ സ്വാഭാവിക റിസൾട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം ആയതല്ലേ സ്റ്റേറ്റ് കളിക്കുന്നത്. ആയതുകൊണ്ട് കപ്പടിക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്, നല്ല കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ നമുക്കും പ്രതീക്ഷ ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് സ്റ്റേറ്റ് കളിക്കുന്നുണ്ട്, എല്ലാവർക്കും ടെൻഷനും ഉണ്ട്, കാര്യങ്ങളൊക്കെ. ആ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാണ് കളി. അത്യാവശ്യം നമ്മളെ കൊണ്ട് കഴിഞ്ഞ പോലെ നല്ലവണ്ണം കളിച്ച്. ഇനി റിസൾട്ട് വന്നിട്ടൊരു ആശ്വാസം ആവുള്ളൂ. ആ ഒരു പേടിയുണ്ട്, റിസൾട്ട് എന്താവും എന്നുള്ളൊരു പേടിയുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം. നിങ്ങളൊക്കെ ദഫ്മുട്ടിന് മാത്രമേ ഉള്ളൂ? ഇല്ല ഇല്ല, ഇത് കഴിഞ്ഞല്ല, കലാശക്കൊട്ടും കഴിഞ്ഞിട്ടല്ലേ? എത്ര നാളുകൊണ്ട് പഠിക്കുന്നു? 3-4 വർഷം. അപ്പോൾ കലോത്സവത്തിനായിട്ട് എത്ര നാളായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്? 2-3 മാസം. 3-4 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ ഈ വട്ടം കപ്പ് അടിക്കാനുള്ള താല്പര്യമുണ്ട്. കുഴപ്പമില്ല, കിട്ടുന്ന തന്നെയാണ് പ്രതീക്ഷ. പ്രാക്ടീസ് ചെയ്താണ് ഈ പ്രാവശ്യമാണ് കയറാൻ കഴിഞ്ഞത്. സ്കൂളിൽ എങ്ങനെയുണ്ട് സ്കൂളിൽ സപ്പോർട്ട് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്, മോശമല്ല. പഠിപ്പിച്ചു തരാം. പഠിപ്പിച്ച അജ്മൽ നല്ലോണം ജുനീസ് സാറാണോ? ആ സാറുമാരാണ് പഠിപ്പിക്കുന്ന ഇതിനായിട്ടുള്ള ആൾക്കാരാണ്. ഓലെയും കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഇതിൽ എത്തണമെന്നുള്ളത്, നമ്മളെ സാധിച്ചു കൊടുക്കും. കളി കഴിഞ്ഞിട്ടും പിള്ളേരെ മൊത്തം നല്ല ടെൻഷനുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇല്ല, അവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി മാക്സിമം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ജില്ലയിൽ കളിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. സോ ടെൻഷൻ അടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്? ആ അതെ, ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാവരും നല്ല പെട്ടെന്ന് പഠിച്ചെടുത്തു? ഇല്ല, നമ്മൾ കുറച്ചായി ഒരു 4-5 മാസമായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളായിരുന്നു. അങ്ങനെ. അപ്പോൾ സാറെങ്ങനെ മുമ്പ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പങ്കെടുക്കായിരുന്നു. അന്നോട്ട് നമ്മുടെ ആഗ്രഹമായിരുന്നു സംസ്ഥാനത്തിലൊരു വേദി എന്നുള്ളത്. അന്ന് നമുക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് നേടിയെടുത്തതിൽ അവരെക്കാർ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. ഇങ്ങനെ പിള്ളേരിങ്ങനെ വേദിയിൽ വന്നിരിക്കുമ്പോൾ എന്താണ്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനിവനൊക്കെ ഒരുമിച്ച് +2 പഠിച്ച സമയത്ത് മുതലേ നമ്മളെ ആഗ്രഹം, നമ്മൾ എൻ്റെ ഒരു ടീമിൽ കളിച്ചായിരുന്നു. ഇതേ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ നമ്മൾ പഠിച്ചത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ എൻ്റെ കൂടി ചേർന്ന ഒരു ടീം എന്തായാലും ഭാവിയിലൊന്ന് എത്തിക്കണം എന്ന് പറഞ്ഞ്. അത് കുറച്ചവൻ്റെ ഒരു കുതിരത്തുകൊണ്ട് ഏകദേശം ഒരു 5-6 കൊല്ലത്തിന് ശേഷം 7 കൊല്ലത്തിന് ശേഷം നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. ന്യൂ ഇയറിലേക്കിട്ട് വരുന്നു വിചാരിക്കുന്നു. ഞാനിവരുടെ ടീച്ചറാണ്, ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളെ. നമ്മൾ 15 വർഷത്തിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. കുട്ടികൾ നല്ല കോൺഫിഡൻറ്റോടു കൂടി അവിടുന്ന് ജില്ലയിലും കളിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെയും നല്ല മോശമില്ലാത്ത പ്രകടനം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ നല്ല കോൺഫിഡൻറ്റിലാണുള്ളത്. വിദ്യാർത്ഥികൾ നല്ല പ്രാക്ടീസ്, ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു 5-6 മാസത്തോളം നല്ല പ്രാക്ടീസിലായിരുന്നു. ആ പ്രാക്ടീസിൻ്റെ വിജയം ഇവർക്ക് കിട്ടുന്നുണ്ട് പല ഭാഗങ്ങളിലായിട്ടും. ഇപ്പോഴും നല്ല മോശമില്ലാത്ത പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം ദഫ്മുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ മത്സരത്തിൻ്റെ ഇത്. അപ്പോൾ അതിനെക്കുറിച്ച് ദഫ്മുട്ടിനെ കുറിച്ച് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? എങ്ങനെ? ദഫ്മുട്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു യുവജനോത്സവം ഇങ്ങനെ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഒരു ഇതായിട്ട് അധികം ആർക്ക് അതിനെക്കുറിച്ച് വലിയ ഇതൊരു അറബിക് ആർട്സ്, ഒരു ഇസ്ലാമിക് ആർട്സ് ഗ്രൂപ്പാണ്. പണ്ട് തൊട്ടേ ഇസ്ലാമിക് വീടുകളിലും മറ്റും കല്യാണത്തിനും ഫംഗ്ഷൻസിനും ഒക്കെ വന്നായിരുന്നു. പിന്നെ ഇപ്പോൾ അടുത്താണ് ഇത് സ്കൂൾ കലോത്സവങ്ങളും മറ്റും എത്തി തുടങ്ങിയത്. ആൾക്കാരിൽ ഇപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടുള്ള പോലെ ഇപ്പം നല്ല കോമ്പറ്റീഷനും ആൾക്കാരൊക്കെ കൂടുതൽ എത്തിയിട്ടുണ്ട് മാപ്പിള ആർട്സ് എല്ലാം.